മൂന്നാർ ടൗണിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ശ്രമം നടത്തി വരുന്നതായി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി IAS. അനധികൃത വഴിയോര വിൽപ്പനശാലകൾക്കെതിരെയുള്ള നടപടിക്ക് പ്രത്യേക ടാസ്ക് ഫോഴ്സിനെ നിയോഗിക്കും. ഒഴിപ്പിക്കപ്പെടുന്നവരിൽ അർഹരായവരുടെ പുനരധിവാസത്തിന് ഇടപെടൽ നടത്തുമെന്നും ജില്ലാ കളക്ടർ. വിനോദസഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് മൂന്നാർ ടൗണിലെ തിരക്കും ഗതാഗതക്കുരുക്കും ഫലപ്രദമായി പരിഹരിക്കാനുള്ള ഇടപെടലുകൾക്കായി ജില്ലാ ഭരണകൂടം ശ്രമം ആരംഭിച്ചിട്ടുള്ളത്. ടൗണിലെ വിവിധയിടങ്ങളിൽ ജില്ലാ കളക്ടർ സന്ദർശനം നടത്തി തിരക്കും മാലിന്യ സംസ്കരണവും അടക്കമുള്ള കാര്യങ്ങളിൽ സ്ഥിതി വിലയിരുത്തി. ടൗണിലെ തിരക്കും ഗതാഗതക്കുരുക്കും ഫലപ്രദമായി പരിഹരിക്കാനുള്ള ശ്രമമാണ് നടത്തിവരുന്നതെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി പറഞ്ഞു. മുമ്പ് നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടിരുന്ന ഫ്ലൈ ഓവറിന്റെ കാര്യത്തിൽ ഇടപെടൽ നടത്തുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും അറിയാം, മൂന്നാർക്ക് വന്നാൽ വരുന്ന ടൂറിസ്റ്റ് ആവട്ടെ ഇല്ലെങ്കിൽ ഇവിടെയുള്ള നിവാസികൾക്ക് തന്നെ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ കുടുങ്ങേണ്ടി വരുന്നുണ്ട്. സോ അതിൽ നമുക്ക് ഉള്ള റോഡ്സിനെ തന്നെ വേറെ എങ്ങനെ മാനേജ് ചെയ്താൽ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഫസ്റ്റ് പ്ലാൻ ആയിരിക്കും. ഓക്കെ, സെക്കൻഡ് നമുക്ക് ഇതിനെ ഒരു പെർമനൻറ്റ് സൊല്യൂഷനായിട്ട് ലോങ് ടേം സൊല്യൂഷനായിട്ട് ഇവിടെ ഒരു ഫ്ലൈ ഓവറിൻ്റെ പ്രപ്പോസൽ നേരത്തെ ഉണ്ടായിരുന്നു തോന്നുന്നു. അതും കൂടി ഒന്ന് റീആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുകയായിരുന്നു. അനധികൃത വഴിയോര വിൽപ്പനശാലകൾക്കെതിരെയുള്ള നടപടിക്ക് പ്രത്യേക ടാസ്ക് ഫോഴ്സിനെ നിയോഗിക്കും. ഒഴിപ്പിക്കപ്പെടുന്നവരിൽ അർഹരായവരുടെ പുനരധിവാസത്തിന് ഇടപെടൽ നടത്തും. ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ചില കോടതി നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൂടിയാണ് ജില്ലാ കളക്ടറുടെ പ്രതികരണം. ഫലപ്രദമായ മാലിന്യ സംസ്കരണത്തിന് വേണ്ട പദ്ധതികളുമായി മുന്നോട്ടു പോവുകയാണെന്നും കഴിഞ്ഞ ദിവസം ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, മൂന്നാർ. തൊടുപുഴയെ പൊന്നണിയിച്ച കണ്ടരിക്കൽ ജ്വല്ലറി ഈ ഡയമണ്ട് ജൂബിലി ആഘോഷവേളയിൽ ഞങ്ങളുടെ നവീകരിച്ച ഷോറൂമിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു 916 HUID ഹോൾമാർക്ക് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുകൾ. ഒപ്പം നേടാം ഓരോ പർച്ചേസിലും പണിക്കൂലിയിൽ 50% ഇളവ്. ഇനി ആഘോഷം ഏതായാലും പരിശുദ്ധ പൊന്നിന് കണ്ടിരിക്കൽ ജ്വല്ലറി, നിയർ സിവിൽ സ്റ്റേഷൻ, തൊടുപുഴ.